ചിറയൻകീഴ് പുതുക്കരി 664 നമ്പർ SNDP ശാഖാവക മുക്കാലുവട്ടം ശ്രീ ദുർഗാ ദേവീ ക്ഷേത്രത്തിലെ മകര ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയേറി. ഞാൻ കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് എന്ന് പറയും. ഈ ക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളുടെയും താന്ത്രിക പുരോഹിതനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മതിപ്പ് തോന്നിയ, സന്തോഷം തോന്നിയ, സംതൃപ്തി തോന്നിയ ഒരു ക്ഷേത്ര സങ്കല്പമാണ് ഇവിടെ. കാരണം ഇവിടെ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇത് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ഈ ത്രിപുരസുന്ദരിയായിട്ടാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ. ത്രിപുരസുന്ദരി എന്ന് പറയും. ദുർഗയാണ്. എന്നിരുന്നാലും രാജരാജേശ്വരി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇത് പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ തോന്നിയത്. ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് ഈ ക്ഷേത്രത്തെ കാണാൻ ശ്രമിക്കുകയാണ്. കാരണം മറ്റ് സാധാരണ ക്ഷേത്രങ്ങളെ പോലെ അല്ലാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് എന്നുള്ളത് എത്രമാത്രം ആൾക്കാരിലേക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ പരാശക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പോലും പൂജിച്ചിട്ടുള്ള വലിയ സങ്കല്പമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളെ കാണുന്നു, ഈ ക്ഷേത്രത്തിൻ്റെ അനാഥ സാധുക്കളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളെ കാണുന്നു. എല്ലാം കൂടെ വലിയൊരു സങ്കല്പം. അവനവൻ്റെ ഈ ഇതുമായി ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ അവനവൻ്റെ വരുമാനത്തിൻ്റെ നിശ്ചയ ശതമാനം ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് സങ്കല്പിച്ച് നിഷ്കളങ്കമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രമായിട്ട് കാണുകയാണ്. ഈ ഒരു വർഷത്തെ ദോഷങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിലെ ഒരുപാട് സങ്കല്പങ്ങളാണ്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുമെന്നൊരു ഭയമാണ്. ഈ വടക്കോട്ട് പ്രതിഷ്ഠയുള്ള ദുർഗ, അത് വടക്ക് സോമൻ എന്ന് പറഞ്ഞൊരു മൂർത്തിയായിരിക്കുന്നു അവിടെ. സോമന്, പിന്നെ എന്താണ് ഈശാനനെ, ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ ജനങ്ങൾ ഒരുപാട് അറിയാനുണ്ട്. ഇപ്പൊ ഈ കൊടിമരത്തിന് കൊടി കയറുമ്പോൾ ദേവന്റെ പാദത്തിലുള്ള സിംഹത്തിനെയാണ് ഈ കൊടിക്കൂറയിലേക്ക് ആവാഹിച്ചു കൊണ്ടെന്ന് ഈ മേളിലേക്ക് ഉയർത്തുന്നത്. ഈ ഒരു വർഷത്തെ എല്ലാ ലോപങ്ങളും പരിഹരിക്കാൻ വേണ്ടിയാണ് ഉത്സവം കഴിക്കുന്നത്. ഉത്സവം എന്നാണ്. ഈ സമൂഹത്തിൽ വന്നുകൂടിയിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള സങ്കല്പമാണ്. അപ്പോൾ അതിനൊക്കെ ഈ കൂട്ടപ്രാർത്ഥനകളൊക്കെ നമുക്ക് ആവശ്യമാണ്. മനുഷ്യരെ അകന്നു പോകാതെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇതിനെ കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. രാവിലെ ക്ഷേത്രതന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റെയും ക്ഷേത്ര മേൽശാന്തി യദുകുലം അനിൽ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറിയത്. 664 നമ്പർ പുതുക്കരി ശാഖാവക മുക്കാലുവട്ടം ദേവീക്ഷേത്രത്തിൻ്റെ മകരം ഉത്രട്ടാതി മഹോത്സവം, ഈ വർഷത്തെ ഉത്സവം ജനുവരി 15-ാം തീയതി കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ചു. രാവിലെ 6:50-നും 7:30-നും ഇടയ്ക്ക് ശുഭമുഹൂർത്തത്തിൽ കൊടിയേറി. 10 ദിവസത്തെ ഉത്സവമുണ്ട്. ആദ്യ ദിവസം, 1-ാം ദിവസത്തെ ഗാനമേളയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും അന്നദാനം. രാവിലെ കഞ്ഞിസദ്യ, ഉച്ചയ്ക്ക് അന്നദാനം, രാത്രി പായസസദ്യ മുതലായ ഉണ്ടായിരിക്കുന്നതാണ്. കാപ്പിസദ്യ വൈകുന്നേരം കാപ്പിസദ്യയോടുകൂടി പിന്നെ പരിപാടി തുടങ്ങുന്നതാണ്, രാത്രിയുള്ള പരിപാടികൾ. ഗാനമേള, ഭക്തിഗാനോത്സവം, നാദവിസ്മയം, കഥാപ്രസംഗം തുടങ്ങിയ കലാപരിപാടികളും എല്ലാ ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം, കാപ്പിസദ്യ എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യദായിനിയായി വർത്തിക്കുന്ന ദേവിയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇന്ന് ഭക്തി നിർഭരമായ കൊടിയേറ്റ് പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ സമസ്ത മേഖലയിലും നമുക്ക് ഐശ്വര്യവും സമാധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു കൂട്ടായി നിൽക്കുന്ന ദേവിയുടെ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ എല്ലാവരെയും ദേവിയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 10 ദിവസങ്ങളിലായിട്ടാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. രാവിലെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ അത്താഴ ഭക്ഷണവും നൽകിയാണ് നമ്മൾ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമസ്ത മേഖലയിലുമുള്ള ആൾക്കാർക്ക് ഇവിടെ വരികയും ദേവിയുടെ അനുഗ്രഹങ്ങൾ വാങ്ങി നമ്മുടെ കലാപരിപാടികളിലും മറ്റ് പൂജാ ചടങ്ങുകളിലും പങ്കെടുത്ത് മടങ്ങുക എന്നുള്ളതാണ് ഈ ആഘോഷ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ദേവിയുടെ തിരുനാമത്തിൽ ഈ ദേവിയുടെ ആഘോഷ പരിപാടികളിൽ എല്ലാവരെയും ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജനുവരി 24 ശനിയാഴ്ച വെളുപ്പിന് 3 മണിയോടെ കൊടിയിറങ്ങി ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. കൊടിയേറ്റ് ദൃശ്യങ്ങളിലൂടെ
മകരം 1 നമ്മുടെ മുക്കാലട്ടം ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറ്റാണ്. എല്ലാ വർഷവും 10 ദിവസത്തെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നല്ല രീതിയിൽ 10 ദിവസം ഉത്സവവും വളരെ ഗംഭീരമായിട്ടുള്ള കേരളത്തിൽ തന്നെ എടുത്തു പറയത്തക്ക ഒരു ഘോഷയാത്രയോട് കൂടിയാണ് ഇത് സമാപിക്കുന്നത്. തലസ്ഥാന വാർത്തകൾ ചിറയിൻകീഴ്.